ഒന്നാം ക്ലാസ്സിലെ തീൻ സാത്തി എന്നുള്ള ഒരു കഥ കേൾക്കാം. ആറാമത്തെ പാടാണല്ലോ ഇത്. മിൽക്കർ പടിയെ തീൻ സാത്തി, 3 കൂട്ടുകാരുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഏക് ദ ഹാത്തി ഏക് ദി ബക്രി ദോനോ സാത്ത് സാത്ത് ജംഗൽ മേ ജാത്തെ. ഒരാളാരാണ് ആന, മറ്റൊന്നാരാണ് ബക്രി ആട്. ദോനോ കൂടി എവിടേക്കാണ് പോകുന്നത്? കാട്ടിലേക്ക് പോവാണ്. മൂന്നാമത്തെ ആള് വന്നിട്ടില്ല അല്ലേ. ഹാത്തി ഡാലി ചുഗത്തോർ ബക്രി പത്തേ ഗാത്തി ഏക് ദിൻ ദോനോ ജംഗൽ മേ ഗയേ. ആന എന്ത് ചെയ്യാണ്? കൊമ്പ് താഴ്ത്താണ്. അപ്പോൾ എന്താണ്? ആട് ഇല തിന്നുന്നുണ്ട്. ഒരു ദിവസം 2 പേരും കൂടി എവിടേക്ക് പോവാണ്? കാട്ടിലേക്ക് പോവാണ്. വഹയ്ക്ക് താലാബ് ദിക്കാതി, അവിടെ എന്താ കാണുന്നത്? ഒരു കുളം കാണുന്നുണ്ട് അല്ലേ. വഹയ്ക്ക് ബേർക്കാപ്പേട്, ഒരു ഇലന്ത മരം, ബെറി എന്നൊക്കെ പറയും, ഒരു മരം കാണുന്നുണ്ട്. ഹാത്തിനെ പേടിലായ ബക്രി ബേർ ഗാനയിലേക്ക്. ആന എന്ത് ചെയ്തു? ആ മരം ആട്ടാണ്ട് വന്ന് പഴങ്ങൾ വീണു. ആടതെടുത്ത് തിന്നാണ്. തപ്പി പേടിച്ച് ചിടിയാക്ക പച്ച പാനിമെങ്കിര. ആ സമയത്താണ് എന്തുണ്ടാവുന്നത്? ഒരു പക്ഷി കുഞ്ഞ് ആ മരത്തുമെന്ന് വീഴാണ്. ക്രിസ് ബച്ചാനെ ഗയി തോ ബൗബി ഡൂപ്പിനെ ലഗി. അപ്പോൾ എന്താണ്? ആട് അതിനെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ചാടുകയാണ്. അപ്പോൾ ആടും അതിൽ മുങ്ങിപ്പോവാണ് അല്ലേ. അടുത്ത പേജിൽ എന്താ കാണുന്നത്? ഹാത്തിനെ ദോനോക്ക് ബാഹർ നിക്കാല. 2 പേരെയും ആന രക്ഷിക്കുകയാണ്, പുറത്തേക്ക് എത്തിക്കുകയാണ്. തീനോമേ ചിടിയാക്ക ബച്ച ബെഡ ഹോഗെ. കുറച്ച് ദിവസത്തിന് ശേഷം എന്താണ്? ആ പക്ഷി കുഞ്ഞ് വലുതാവാണ്. ചിടിയ പതാ ലഗാത്തിക്ക് കഹാം കഹാം ഫൽ ലഗേ ഹെ. ആ പക്ഷി വലുതായി, അങ്ങനെ പക്ഷിയായി മാറിയില്ലേ കുഞ്ഞ്. അപ്പോൾ അത് പോയി അന്വേഷിക്കുകയാണ്, എവിടെയൊക്കെയാണ് ഈ ഫലങ്ങൾ, ഏതൊക്കെ ഫലങ്ങൾ അല്ലേ, കാട്ടിലെവിടേക്കാണ് ഫലം കിട്ടുന്നതെന്ന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാണ്. തീനോ വഹഞ്ചാത്തെ ഓർ ഗു ഫൽ ഗാത്തെ. 3 പേരും കൂടി അവിടെ പോയിട്ട് ഫലങ്ങൾ തിന്നാറുണ്ട്. അബ് തീൻ സാത്തി സാത്രേത്തെ. ഇപ്പം എന്താണ്? 3 കൂട്ടുകാർ ഒരുമിച്ചാണ് താമസിക്കുന്നത് അല്ലേ, ഒരുമിച്ചാണ് ജീവിക്കുന്നത്. സാബാർ ഏകലവ്യാണ് ഈ കഥ എഴുതിയിട്ടുള്ളത്.